ആഡംബരങ്ങളിൽ അന്തഃപുരങ്ങളിൽ അവളുടെ തേങ്ങൾ തമിഴകം ഒരെണ്ണത്തിന്റെ നെഞ്ചത്ത് മറ്റേ ടാറ്റു ആണെങ്കിൽ മറ്റേതിന്റെ നെഞ്ചത്ത് വെരിക്കോസ്. എല്ലാത്തിനും ഒന്ന് അരിച്ച് പെറുക്കട്ടെ ഞാൻ. ഇപ്പുറത്ത് കാക്കത പറയും, അപ്പുറത്ത് വെരിക്കോസ് വേ, ഇപ്പുറത്ത് ജിമിക്ക്, അപ്പുറത്ത് റോസാപ്പൂ, ഇപ്പുറത്ത് നെറ്റിപ്പട്ട, അപ്പുറത്ത് പൂമ്പാറ്റ, കഴുത്തേല് കയറ്, തമ്പുരാനാട്ടി. അമ്മീ, ഞാനും കൂടി ആട്ടിക്കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണത കിട്ടും. ആദ്യമായിട്ട് ഒരു നാദസ്വരം എന്റെ കയ്യിൽ കിട്ടിയതാണ്. അപ്പോ ഇതൊന്ന് വായിച്ചു നോക്കാം. വായിക്ക് കേക്കട്ടെ. എന്റെ അടിയിൽ കമന്റ് ആരാണ് കിട്ടുന്നുണ്ടല്ലോ. കണ്ണടച്ച് കേൾക്കുമ്പോ നായി കയറി കിട്ടിയ പോലെ ഉണ്ട്. സോറി, അതെന്റെ കേട്ടോ. ചേച്ചി ഉഗ്രൻ ചേച്ചി കലക്കി. ചോദിച്ചതോ ക്യാരറ്റ് ഹൽവ. എന്തായാലും എന്റെ ഭാര്യയല്ലേ. കോക്കൻസ് ഉണ്ടല്ലോ. ഒരു ദിവസം തട്ടിമുട്ടി മുടങ്ങി തന്നെ 1 കിലോ കൺമിഷ് വേണം. എന്നതാടേ ഇത്? എന്റെ താടിക്കാരാ തീ കൊടുത്തേ? എടാ വല്ല പൂരപ്പറമ്പിലും പോയിരിക്കണ. അയ്യോ അപ്പടി ചുന്ദരനാവാൻ നോക്കിയതവൻ. കരിപുരണ്ട ജീവിതമായി പോയി. കുറച്ച് മുഖത്തോട് വരത്തേക്കടാ. കണ്ടാലാരും കൊതിച്ചു പോവും കമറൊളിവല്ലേ എന്റെ ശബാന. ഇതുപോലെ സലിംകുമാർ കാണിക്കുന്നവരുണ്ട്. എന്തിനാ ഇങ്ങനെ കൊഞ്ഞനെ കുത്തി കാണിക്കുന്നേ? കൊഞ്ഞനെ കുത്തി കാണിച്ച ഞാൻ തുപ്പും. ഞാൻ സംസ്കാരമില്ലാത്ത ഷബാന ഇത് കണ്ട് കണത്തി ചാടി. നിന്റെ മമ്മി എങ്ങാനും അവന്റെ യൂഷ്വൽ ക്രാപ്പുമായി എന്റെ അടുത്ത് വന്ന നിന്റെ സ്വഭാവം മാറും. ഒരു എക്സാമ്പിൾ, നിന്റെ ഭാരത വയ്ക്കാത്തുള്ള ഡാഗിനെ മമ്മിയോ? പ്രിയമോളെ താലിമാല ഇടാത്തതെന്താ? മോക്ക് ഗോൾഡ് അലർജി ആണോ? പ്രിയമോളെ ബ്രാൻഡ്. എനിക്ക് മാത്രമാണ് ഇവരെ കണ്ടിട്ട് മോർച്ചറിന്ന് എഴുതിട്ട് വന്ന പോലെ തോന്നുന്നത്. ക്ഷമിക്കണം, എനിക്ക് തോന്നിയത് ഞാൻ പറഞ്ഞതാ. ഒരിക്കലും പേഴ്സണൽ ആയിട്ട് എടുക്കണം. ഒരുപാട് പേര് ഈ ആന്റിനെ കളിയാക്കുന്നുണ്ട്. ആന്റി ഒന്നും മനസ്സിലാക്കണ്ട, ഞാനും അതിലൊരാളാണ്. ഓക്കെ, ഡാഗിനി അമ്മമ്മക്ക് ഇൻസ്റ്റാഗ്രാമിന്റെ ഫിൽറ്റർ മാത്രം പോയി. എന്തിനാ ഈ പാർലമെന്റൊക്കെ പുറത്തിയാടിയെ? ഇന്നും ഇതാണ് ആറ്റിറ്റ്യൂഡ് എങ്കിൽ എന്നും ഇതായിരിക്കും ആറ്റിറ്റ്യൂഡ്. ഐ എം ടെല്ലിംഗ് യു ബിനോയ്, ഞാൻ ശരിക്കും കത്തിയെടുക്കും. പിന്നെ ചോര കണ്ടിട്ടേ ഞാൻ തിരിച്ചു വെക്കും. ഓക്കെ. തജം തജം തകജം മനം അറിയും വൈകാണ്ട് കേട്ടോ. ഇതൊരു വാണിംഗ് ആയിട്ട് പൊട്ടിക്കോ. ഇങ്ങോട്ട് വരുമോ രാജാവേ എന്ന് ആരണ്ടൊക്കെ പറയുന്നുണ്ട്. ഭാര്യയാണോ മോളാണോ? ഇത് എവിടെ നിന്ന് കിട്ടി ഈ വേഷം ചേട്ടാ? ഭാര്യയുടെ അരഞ്ഞാണാന്ന് തോന്നുന്നു എടുത്ത് അര ചുറ്റിയേക്കുന്നത്. വേഗം ചെല്ലങ്ങോട്ട്. ഈ നന്ദിയെ കണ്ടോ നിങ്ങൾ? നന്ദി രൂപം ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു നന്ദി രൂപമാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വർഷങ്ങൾ കഴിയുന്തോറും ഇത് വലുതായിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അതിനുള്ള എക്സാമ്പിളാണ് ഇത് കണ്ടോ, ഈ തൂണൊക്കെ പൊളിഞ്ഞ് ഇത് വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഇവിടുത്തെ ആൾക്കാർ ഒരു മിത്തുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയുന്നുണ്ട്. അത് ശിവന്റെ പ്രതിരൂപമാണല്ലോ ഈ നന്ദി എന്ന് പറയുന്നത്. ഇത് വർഷം തോറും വലുതായി ഒരുപാട് വലുതായി കഴിഞ്ഞിട്ട് ഇത് പ്രത്യക്ഷപ്പെടും, എന്നിട്ട് കലിയുഗം അവസാനിക്കും എന്നൊക്കെയാണ് ഇവിടെ മിത്തുപരമായിട്ട് പറയുന്നത്. ഞാൻ ചെറുപ്പത്തിലൊരു സാധനം പഠിച്ചിട്ടുണ്ട്. കല്ലിന് വളരാൻ പറ്റും. 15 വർഷം കൂടുമ്പോൾ കല്ലുകൾ 2 മില്ലിമീറ്ററോ 2.5 മില്ലിമീറ്ററോ അത്ര 2.5 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? സ്കെയിലിൽ നിങ്ങൾ ഇച്ചിരി ഉള്ളത് അത്രേ വളരത്തുള്ളൂ. അത്രയും സമയം എടുത്തിട്ടാണ് കല്ലുകൾ വളരുന്നത്. അതാണ് ഇവിടെ സംഭവിച്ചേക്കുന്നത്. കുറെ നൂറ്റാണ്ട് കഴിയുമ്പോഴേക്കും ഈ ഷേപ്പ് മാറും. ഞാനോ ഷേപ്പൊക്കെ മാറിയിട്ട് കല്ലിൻ്റെതായ രൂപത്തിലേക്ക് വരും. അത് ആൾക്കാർ ചെത്തി റെഡി ആയി കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. കലിയുഗം അവസാനിക്കും പോരും. അതിന്റെ അടിയിലെ കമന്റ് കാണണം നിങ്ങൾ. ഇത്രയും മണ്ടന്മാര്. ശരിക്കും ഇതിന്റെ പിന്നിൽ ഒരു സയൻസ് ഉണ്ട്. എന്താണ് ആ സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ,
ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിലുള്ള ആൾക്കാർ വന്നിട്ട് ഈ കല്ല് പരിശോധിച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ലേ നിങ്ങൾ, ഇത്രയും വലിയൊരു നന്ദിയുടെ ശില്പം നമുക്ക് കേരളത്തിലെങ്ങും കാണാൻ പറ്റത്തില്ല. അതാ ഇത് പറയുന്നതൊക്കെ ശരിയാണ്, ഇത് വലുതാവുന്നുണ്ട്. അപ്പം ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിലുള്ള ആൾക്കാർ വന്ന് ഇത് പരിശോധിച്ചപ്പം ഈ കല്ലിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 20 വർഷം കൂടുമ്പോൾ ഈ കല്ല് 10 മില്ലിമീറ്റർ വലുതാകും. അങ്ങനെ പ്രത്യേകതയുള്ള ഒരു കല്ലാണ്. ആ കല്ല് കൊണ്ടാണ് ഈ നന്ദിയെ നിർമ്മിച്ചേക്കുന്നത്. അതാണ് ഈ നന്ദി വലുതായിക്കൊണ്ടിരിക്കുന്നത്. ഇത് 20 വർഷം കൂടുമ്പോൾ 10. ഇതിനകത്ത് പറയുന്നത് 20 വർഷം കൂടുമ്പോൾ 10 മില്ലിമീറ്റർ. ചിലപ്പോൾ അതായിരിക്കും കറക്റ്റ്. അപ്പൊ അതാണ് അതിന്റെ ശാസ്ത്രീയ വശം. പക്ഷെ ഇതിന്റെ ഇടയിലുള്ള ആൾക്കാരുടെ കമന്റ് കണ്ട് നമുക്ക് ചിരി വരും. ദൈവം ഉള്ളിടത്തുള്ള കല്ലല്ലേ, അല്ലാണ്ട് ആ കല്ലുള്ളിടത്ത് കൊത്തി അമ്പലം പണിതല്ല. എന്തൊക്കെ കാണണം, ഇങ്ങനെ കുറെ ഉണ്ട്. നമ്മളിതൊന്നും ഇടപെടുന്നില്ല, നമുക്ക് ചിരിച്ചു വിടാം. പൊടിപടലങ്ങളാൽ നിബിഡമായി ഇരട്ട തൂക്കുകളിൽ ഇരട്ട കുഴൽ തൂക്കുകളിലൂടെ വെടിയുണ്ടകൾ ചീറി പാഞ്ഞു തുടങ്ങി. അതെന്നതാണ് ആ പൊട്ടിച്ചത്? വെടിയുണ്ടകൾ ചീറി പാഞ്ഞു തുടങ്ങി. ആ പൊട്ടിച്ചതിന് അവന്റെ ചിരി സഹിക്കാൻ പറ്റണില്ല. പിന്നെ ഇത് കണ്ടു നിൽക്കുന്ന അവസ്ഥ. വെടിയുണ്ടെന്ന് പറഞ്ഞാൽ ഒന്നായി വല്ല മിസൈലൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ തീർന്നു. നിന്നാണോ തല്ലി പൊട്ടിക്കുന്നേ? മാങ്ങയാണത്? മാങ്ങ ഒരു ആണാണ്. മാങ്ങയല്ലല്ലോ അത്. കാരണം മാങ്ങയ്ക്ക് അണ്ടിയുണ്ട്. എന്ത് സാധനം? നല്ല പച്ചമരുന്ന് ഉണ്ടാകുമായിരിക്കും. നോക്കട്ടെ. ആഹാ, ഔഷധ ഗുണങ്ങൾ ഏറെ ഉള്ള ഒരു ജ്യൂസ് ഉണ്ടാക്കുവാണ്. ജ്യൂസ് കുടിക്കരുത്, ജ്യൂസ്. അതിന് പറ്റിയ പാത്രം, അതിന് പറ്റിയ ആ ഒരു ആഹാ, എത്ര മനോഹരമായ ജ്യൂസ്. ഒരെണ്ണം കുടിച്ചാൽ മതി, പിന്നെ ആള് എഴുന്നേക്കത്തില്ല അവിടുന്ന്. പ്രകൃതി രമണീയമായ ജ്യൂസ് റെഡി. ഒറ്റ തവണ കുടിച്ചാൽ മതി, ആള് പടിയാവും. ഇതാരാണ് പടിയായത്? ഇത്രയും നല്ല കൂട്ടാടക്കുന്ന നീ എന്നെ നേരത്തെ വിളിച്ചു കളഞ്ഞല്ലോ. ഈ കഴിവേറി ചത്തു അല്ലടാ. ഇജ്ജാതി അണ്ണാക്കരടി. എന്തൊക്കെ ചെയ്തു കൂട്ടിയാലും DPയുടെ തട്ട് താണ് തന്നെ ഇരിക്കും. എങ്കിൽ ആ DP ഞങ്ങൾക്ക് ഒന്ന് കാണണമല്ലോ. അവന്റെ DP ആയി കാണുന്നേ. മരണം വരെ അവൻ അത് മാറ്റുമെന്ന് തോന്നല്ല. എങ്ങനെ എപ്പോഴാ നമ്മളിവിടെ ഐഫോണിലും DSLR-ലൊക്കെ ഫോട്ടോ എടുത്ത് എഡിറ്റ് ചെയ്ത് കഷ്ടപ്പെട്ട് ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ ഒരുത്തൻ ആറ്റിൽ എക്സ്പ്രഷൻ. ആൾക്കാർ കൈവിട്ട് പോയിക്കൊണ്ടിരിക്കും. ഏത് വഴിയോ? മസനഗുടി വഴിയോ? അതൊക്കെ വഴി. ലവ് യു ഡിയർ. ലവ് യു ടു സായി. എത്രമാത്രം? പറയാൻ പറ്റാത്ത അത്രയും സ്നേഹമുണ്ടെങ്കിൽ അതൊരു ഉമ്മയായിട്ട് തന്നാട്ടെ. അയ്യോ അയ്യടാ, ഇപ്പൊ വേണ്ട. അയ്യോ, നേരിട്ടല്ലല്ലോ, അത് കല്യാണം കഴിഞ്ഞ്, ഇപ്പൊ ഫോണിലൂടെയല്ലേ. എന്നാ ശരി. കല്യാണം കഴിഞ്ഞ ആരുടെ? ഉമ്മ. നിങ്ങൾ എത്രയല്ല പഠിക്കുന്നേ? താങ്ക് യുടാ. അയ്യോ, ഞാൻ വീട്ടിൽ പറഞ്ഞ് ഉടൻ തന്നെ പെണ്ണ് കാണാൻ വരുന്നുണ്ട്. അങ്കിൾ ആരെ കാണാൻ പോകുന്ന പറഞ്ഞേ? ക്ലാസ് കഴിഞ്ഞു മതി കല്യാണമൊക്കെ. അയ്യോ അയ്യോ, എനിക്കിനി ജീവിക്കണ്ടേ. ക്ലാസ് കഴിഞ്ഞു മതി കല്യാണമൊക്കെ. ക്ലാസ്സോ? ഏത് ക്ലാസ്? അംഗനവാടിയോ? അതിനു മുമ്പേ വന്ന് ചോദിച്ചു വെച്ചോ. അല്ല, വാർദ്ധക്യ പെൻഷൻ ക്ലാസ് ആയിരിക്കും. ഇല്ലെങ്കിൽ വല്ലവനും കൊത്തിക്കൊണ്ട് പോകും. ആലോചനയൊക്കെ വരുന്നുണ്ട്. എത്തിക്കൊണ്ട് പോയാൽ കൊണ്ടുപോകുന്നതിന്റെ അന്ത്യമാ. ഇതിനൊരു അന്ത്യം ഞാൻ കുറിക്കേണ്ടി വരും. ഇതിന്റെ ഫുൾ വീഡിയോ ലിങ്ക് ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് എനിക്ക് അയച്ചു തരിക. കമന്റ് ബോക്സിലോ ഇൻസ്റ്റാഗ്രാമിലോ ടെലിഗ്രാമിലോ അയച്ചു തരിക. നമുക്ക് ഇതിനൊരു അന്ത്യം ഉണ്ടാക്കിയേ പറ്റൂ. എത്തിക്കൊണ്ട് പോയാൽ കൊണ്ടുപോകുന്നതിന്റെ അന്ത്യമാ. നമുക്ക് അവസാനത്തെ വീഡിയോയിലേക്ക് പോവാം. എന്താ ഒരവസ്ഥയാണ്. സാരമില്ല, പോട്ടെ. കോഴിനെ നമുക്ക് കറി വെക്കാം. പാട്.
തെന്നൽ മോളും കിന്നാരം. മഞ്ഞല്ല മൂടുണ്ട, ആ കോഴിനെ കറി വെച്ച് മൂട്. കോഴിയുടെ കാര്യത്തിന് ഞാനും തീരുമാനമായിട്ടുണ്ട്. അത് എനിക്ക് മനസ്സിലായി. കൊച്ചിന് നല്ല ദേഷ്യം വന്നിട്ടുണ്ട്. എന്നാണെങ്കിലും പേരൊന്നും അറിയത്തില്ല. നന്നായിട്ട് പാടി നന്നായിട്ട് പാടാൻ ശ്രമിച്ചു. ആ കുട്ടി നന്നായിട്ട് പാടി വരുവായിരുന്നു. അതായത് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. നമുക്ക് വേറൊരു പാട്ടുകാരൻ നോക്കാം. തരും കാടുകളെ വേണ്ട, ഓ തണ്ണീ തരും കടൽകൾ വേണ്ട, നാനും ഉറങ്ങവേ ഭൂമി വേണ്ട, தேவை எதுவும் தேவையில்லை, தேவை எந்த தேவதையே. ദേവകൃഷ്ണൻ എന്നാണ് പേര്. അടിപൊളിയായിട്ട് പാടുന്നുണ്ട്. നല്ല സൗണ്ട് ആയിരുന്നു ബ്രോ. എനിവേ കീപ് ഗോയിങ്. ഇനി നന്നായിട്ട് പാടാൻ സാധിക്കട്ടെ. എത്രയാണ് എൻ്റെ വീഡിയോ എൻ്റെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാത്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെ ഇഷ്ടപ്പെടാത്തവർ എന്നെ ഇഷ്ടപ്പെട്ട അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. മറ്റേ ഷോർട്ട് ഫിലിമിൻ്റെ ഒക്കെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഉള്ളവർ എനിക്ക് അയച്ചു തരിക ടെലിഗ്രാമിലോ ഇൻസ്റ്റാഗ്രാമിലോ. സോ നോട്ടിഫിക്കേഷൻ കിട്ടാത്ത ആൾക്കാർ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യുക, ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ബൈ ഫോർ നൗ.